ഇത് അധികൃതരുടെ കൊടിയ അനാസ്ഥ മൂലം കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ദുരിതങ്ങളുടെ നേർക്കാഴ്ചയാണ്. തോടുകളിലെ മുള്ളൻപായലും അടിഞ്ഞുകൂടിയ എക്കലും നീക്കം ചെയ്യാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥ മൂലം പടിഞ്ഞാറൻ മേഖലകളിൽ ചെറുമഴയിൽ പോലും വലിയ വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെടുന്നത്. ശക്തമായ മഴയെ തുടർന്ന് കടുത്തുരുത്തി കല്ലറ പഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളായ അപ്പർ കുട്ടനാട്ടിലുണ്ടായ വെള്ളപ്പൊക്കം മാനം തെളിഞ്ഞിട്ടും ഇറങ്ങിയിട്ടില്ല. കടുത്തുരുത്തി പഞ്ചായത്തിലെ എരുമത്തുരുത്ത്, ഇഴമാന്തുരുത്ത്, ആയാങ്കുടി, ആപ്പുഴ, പുലിത്തുരുത്ത്, കാന്താരിക്കടവ്, മാന്നാർ മിച്ചഭൂമി, വെള്ളാശ്ശേരി, വാലാച്ചിറ, പത്തുപറ, കല്ലറ പഞ്ചായത്തിലെ മുണ്ടാർ, 110, കൊല്ലങ്കരി, നെറ്റിത്തര, പെരുന്തുരുത്ത്, പറവന്തുരുത്ത് പ്രദേശങ്ങളിലാണ് ഇപ്പോഴും വെള്ളം ഇറങ്ങാതെ കിടക്കുന്നത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് നിലയ്ക്കാത്തതും തോടുകളിലും നീർച്ചാലുകളിലും കെട്ടിക്കിടക്കുന്ന മുള്ളൻപായലും കാരണമാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്തത്. വെള്ളപ്പൊക്കത്തിന് ദുരിതങ്ങൾ സ്ഥിരം അനുഭവിക്കുന്ന ഈ കർഷക പെണ്ണാളുടെ വാക്കുകളിൽ നിഴലിക്കുന്ന നിരാശാബോധം കാഴ്ചക്കാർ വായിച്ചറിയും. ഒരു കാലെടുത്ത് വെക്കണേ കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് കാലെടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ മെമ്പർമാരായാലും കൊള്ളാം, മന്ത്രിമാരായാലും കൊള്ളാം, അന്നേരത്തെ കാര്യം കാണാൻ പറ്റും. ഒരു മഴയൊക്കെ ഒരു വെള്ളം വീതാണല്ലേ. ഞങ്ങൾ തീ പിടിപ്പിക്കാൻ പോലും നിവർത്തില്ല. ഞങ്ങളുടെ പേര് താണതാ ഷെട്ട് പറകെട്ടിട്ട് പെരകെട്ടില്ല. എത്ര വീട് വെള്ളം കയറിയിട്ടുണ്ട്? എത്ര വീട് ഇവരെയൊക്കെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കയറിയിട്ടുണ്ട്. പടിഞ്ഞാപ്പുറത്ത് എങ്ങനെയാണെന്ന് അറിയാം. എല്ലാ വീട്ടിലും വെള്ളമാണോ? അതെ. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ എരിഞ്ഞിറങ്ങാൻ വിധിക്കപ്പെട്ട ഇവർ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നതിൻ്റെ അനന്തരഫലമാണ് നമ്മുടെ അന്നമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ജീവിതത്തിന് സുഖലോലുപത നൽകാനായില്ലെങ്കിലും മനുഷ്യരെന്ന സാമാന്യ പരിഗണന നൽകി അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്താൻ തയ്യാറാകാത്തവർ ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ കാഴ്ചകൾ ഒന്ന് കാണാനെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം. അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ 200-ലധികം വീടുകളാണ് കഴിഞ്ഞ വർഷകാലത്ത് കയറിയ വെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മിക്ക കുടുംബങ്ങളും ബന്ധുവീടുകളിലും വാടക വീടുകളിലും അഭയം തേടിയിരിക്കുകയാണ്. ഒട്ടുമിക്ക വീടുകളിലും അടുപ്പിന്റെ ഒപ്പം ഉയരത്തിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. തോടുകളും നീർച്ചാലുകളും കരകവിഞ്ഞതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലേക്കുള്ള റോഡുകളിലും നടപ്പുവഴികളിലും മുട്ടൊപ്പം ഉയരത്തിലാണ് വെള്ളം കയറി കിടക്കുന്നത്. ഇതിനെ തുടർന്ന് വെള്ളത്തിലൂടെ കിലോമീറ്ററുകൾ നീന്തിയും വെള്ളത്തിൽ സഞ്ചരിച്ചുമാണ് ഇവിടുത്തുകാർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. വെള്ളം ഉയർന്നത് മൂലം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ പ്രദേശങ്ങളിലുള്ള സെപ്റ്റി ടാങ്കുകളെല്ലാം വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതുമൂലം മാലിന്യം പുറത്തേക്കൊഴുകി ഈ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. കാലി വളർത്തലിനെ ആശ്രയിച്ച് കഴിയുന്ന ഭൂരിഭാഗം ജനങ്ങളും നിവസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ തൊഴുത്തുകളിലും മറ്റും വെള്ളം കയറിയതിനെ തുടർന്ന് കന്നുകാലികളെ ഉയർന്ന പ്രദേശങ്ങളിൽ കെട്ടിയിരിക്കുകയാണ്. മിക്കവരും വള്ളത്തിൽ കിലോമീറ്ററുകളോളം ദൂരെ പോയാണ് പശുക്കൾക്ക് പുല്ല് എത്തുന്നത്. ശുദ്ധജലക്ഷാമവും ഇവിടെ രൂക്ഷമാണ്. വള്ളത്തിൽ പോയി കന്നാസുകളിൽ വെള്ളം കെട്ടിവലിച്ചു കൊണ്ടുവന്നാണ് മിക്കവരും കുടിവെള്ളം ശേഖരിക്കുന്നത്. വെള്ളം പൊങ്ങുമ്പോൾ മാത്രം നൽകുന്ന താൽക്കാലിക സഹായത്തേക്കാൾ ഈ പ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് മനസ്സിലാക്കുന്നതിൽ അധികൃതരും ജനപ്രതിനിധികളും പരാജയപ്പെടുകയാണെന്ന് നാട്ടുകാർക്കിടയിൽ ശക്തമായ അഭിപ്രായമുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിൽ കാണുക.
ഒന്നാമത്തെ പ്രശ്നം ഈ തോടിന്റെ വെള്ളക്കെട്ടിലാണ്, ഈ കിടക്കുന്ന പായലാണ് ഇതിന്റെ പ്രശ്നം മുഴുവൻ. അത് തെളിക്കുക, അന്നേരം വെള്ളക്കെട്ടിൽ ഒരു പകുതി കുറയും. പിന്നെ ഈ വീടുകളെല്ലാം വെള്ളത്തിലിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന ഭൂമി, അവിടെ മണ്ണടിച്ച് പൊക്കി അവർക്കൊരു വെള്ളം കയറാത്തൊരു വീടുണ്ടാക്കാനുള്ള സംവിധാനം സർക്കാരും ചെയ്യുന്നില്ല, പഞ്ചായത്ത് തലത്തിലും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് മെമ്പർ പേര് സുഭാഷും ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോരം വീടുകളുണ്ട് വെള്ളത്തിൽ ഇപ്പോൾ ഒരു 10-30 വീടുള്ള ഈ എരുമത്തുരുത്തിൽ തന്നെ ഉണ്ട്. മൊത്തം എത്ര വീട് കാണും? ഏകദേശം ഒരു 10-60 വീടിനടുത്ത് വരും.